കാനാടിക്കാവ് തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എനിക്കിന്ന് തൃശ്ശൂരിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വന്ന സാഹചര്യം വേദനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഔദ്യോഗികമായ നിബന്ധന കാരണം എനിക്ക് ഇന്നത്തെ ഈ നേരിട്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ വഴി നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഈ കാനാടി ചരിത്രമുറങ്ങുന്ന കാനാടി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാനും എൻ്റേതായ രീതിയിൽ അവിടെ ആരാധനയിൽ പങ്കാളിയാകുവാനും CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS ഭദ്രദീപം തെളിയിച്ചു. ഈ ഒരു അമ്പലമുക്ക് എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. 2023 മാർച്ചിൽ ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂർ അമ്പലവും ഈ അമ്പലവും ദർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അമ്പലമുക്ക് വന്ന സമയത്ത് ഏറ്റവും ആദരണീയായ മഠാധിപതി എന്നോട് പറഞ്ഞു, അങ്ങ് തൃശ്ശൂർ കളക്ടർക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് പോയി. കാരണം ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷം ഒരേ ജില്ലയിൽ തന്നെ 2 വർഷം ജോലി ചെയ്യേണ്ടി വരും. ഞാൻ ആലപ്പുഴ കളക്ടറായിരുന്നു അപ്പോൾ. പക്ഷെ 2 ദിവസത്തിന് ശേഷം ഒരു ഓർഡർ വന്നു, തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയിട്ട്. സോ ഇറ്റ്സ് എ വെരി ഡിവൈൻ കോയിൻസിഡൻസ് ഫോർ മീ. ക്ഷേത്ര മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ, ഗായകൻ മധു ബാലകൃഷ്ണൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്റ്റീഫൻ ദേവസിയും ആട്ടം കലാസമിതിയും ചേർന്ന് അവതരിപ്പിച്ച ഫ്യൂഷൻ ഷോ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അമൃത സുരേഷും ഇന്ദുലേഖ വാര്യരും ചേർന്ന് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആലാപനവും നടത്തി.